നിലമ്പൂരിൽ JDS പ്രവർത്തകർ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിലേക്ക് നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരിഞ്ഞിക്കൽ പാർട്ടി അംഗത്വം സ്വീകരിക്കും. അൻവർ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെന്ന് ഇസ്മായിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അൻവറിനൊപ്പം നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും ഇസ്മായിൽ എരിഞ്ഞിക്കൽ. ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലം ഭാരവാഹികൾ ഇവിടെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ 8 മണ്ഡലങ്ങളിലെ ഭാരവാഹികളും യൂത്ത് വിങ്ങിലെ ഭാരവാഹികളും നിയോജകമണ്ഡലം ഭാരവാഹികളും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അടങ്ങുന്ന ടീം എൻ്റെ കൂടെ DMCയിലേക്ക് ചേരുകയാണ്. ഇപ്പം അൻവർ ഉന്നയിച്ചതും ഞാൻ ഉന്നയിച്ചതും ഒന്നാണ്. അപ്പോൾ അൻവർ നിലനിൽക്കേണ്ടത് ഇവിടെ ജനവിഭാഗങ്ങൾക്ക് വളരെ അടിയന്തരമായ ഒരു കാര്യമാണ്. കർഷകരുടെ പ്രശ്നത്തിലും പാവപ്പെട്ടവരുടെ പ്രശ്നത്തിലും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നത്തിലും ശക്തമായി പോരാടുന്ന ഒരു നേതാവിനല്ല പിന്നെ ഏത് നേതാവിനെ നമ്മൾ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് അൻവറിൻ്റെ പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ട് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. അതേസമയം ക്ഷേമ പെൻഷൻ വിവാദത്തിൽ UDFന് വീണ്ടും മറുപടിയുമായി എം സ്വരാജ് രംഗത്തെത്തി. പലതരം ക്ഷേമ പെൻഷനുകൾ ഉണ്ടെന്നും അതിൽ ചിലത് മാത്രമാണ് 3 മാസം മുടങ്ങിയതെന്നും സ്വരാജ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ക്ഷേമ പെൻഷൻ നൽകിയിട്ടില്ലെന്നും നിയമസഭയിൽ തനിക്ക് ലഭിച്ച മറുപടി വായിക്കേണ്ടതുപോലെ വായിച്ചിട്ടില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എന്ന് പറയുന്നത് ശരാശരി 200 രൂപയ്ക്കാണ് ചില പെൻഷൻ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർ അർഹരായിട്ടുള്ള പ്രത്യേക പെൻഷന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ ആ കാലത്ത് ഒരു 1000 കിട്ടിയിട്ടുണ്ടാവും. അത് ഏതാനും 1000 പേർക്കുള്ള പെൻഷനാണ്. UDFൻ്റെ കാലത്ത് 32 ലക്ഷം പേർക്കായിരുന്നു ഈ പെൻഷന് അർഹതയുള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 2 പെൻഷനുള്ളവരെ അത് ഒഴിവാക്കി എണ്ണം വെട്ടിക്കുറച്ചു. ഇപ്പോൾ 62 ലക്ഷമാണ്, 60 ലക്ഷത്തിന് മുകളിലാണ്, ഏതാണ്ട് ഇരട്ടിയായി വന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. വിവരങ്ങൾ നൽകാൻ ബെൻസൺ ബാബുവാണ് നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. ബെൻസൺ, അങ്ങനെ തീപാറുന്ന പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. JDSന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത്. കൂടുതൽ ആളുകളെ എത്തിക്കാൻ അൻവറിന് സാധിക്കുന്നുണ്ടോ? ആദ്യം അതറിയട്ടെ. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ JDSന്റെ ദേശീയ കൗൺസിൽ അംഗമാണ് നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കലാണ് ഇപ്പോൾ പാർട്ടി വിട്ട് മുന്നണി വിട്ട് TMCയോടൊപ്പം ചേരുന്നത്, അൻവറിനോടൊപ്പം ചേരുന്നത്. അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അതായത് ദേശീയ നേതൃത്വം, ജനതാദളത്തിന്റെ ദേശീയ നേതൃത്വം BJPയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ദേവഗൌഡ അടക്കമുള്ള ആളുകൾ BJPയോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ എന്നാൽ സംസ്ഥാനത്ത് JDSന്റെ നേതൃത്വം ഒരു മന്ത്രിയുണ്ട്, അത് CPIMനോട് അല്ലെങ്കിൽ LDFനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. മാത്യു ടി തോമസ് അടക്കമുള്ള ആളുകൾ LDFനോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും തെളിയിക്കുന്നത് LDF BJP ബാന്ധവമാണ്, അല്ലെങ്കിൽ LDF BJP അവർ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്നാണ്, അല്ലെങ്കിൽ അത് ആദ്യം തൊട്ടേ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അത് തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ നിലമ്പൂർ മണ്ഡലത്തിലെ 90% വരുന്ന JDS പ്രവർത്തകരോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകളും 90% ആളുകളും ഇപ്പോൾ അൻവറിനോടൊപ്പം ചേരാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇന്ന് 11 മണിയോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ഔദ്യോഗികമായി തന്നെ തൃണമൂൽ കോൺഗ്രസിൽ അവർ ചേരുന്നു. അവർ പറയുന്നത് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ, അല്ലെങ്കിൽ അൻവർ മുൻപോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് താനും ഇസ്മായിൽ എരഞ്ഞിക്കൽ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽക്കേ തൊട്ട് തന്നെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നും മലപ്പുറത്തെ ജനതയോട് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അവരുടെ വേർതിരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളുണ്ട്. ഇതെല്ലാം എണ്ണി ഇസ്മായിൽ എരഞ്ഞിക്കൽ ആദ്യഘട്ടം മുതലേ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് അൻവർ പറയുന്നത്. ഈ മലപ്പുറത്തെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം ഈ CPIMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് താനും പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ TMCയിലേക്ക് ചേക്കാറാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ TMCയിലേക്ക് ചേക്കാറാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അൻവറിനോടൊപ്പം ചേർന്ന് ഇതിന് മുൻപോട്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ആളുകളെ കൂടി അൻവറിനോടൊപ്പം എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അങ്ങനെ പറയുകയാണ്. ബെൻസൺ, ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടമാണല്ലോ, തുടർന്ന രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ സജീവമായി നിൽക്കാൻ അൻവറും BJP സ്ഥാനാർത്ഥിയും എല്ലാം തന്നെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന LDFും UDFും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പെൻഷൻ വിവാദം വീണ്ടും ആളിക്കത്തിക്കുന്നുണ്ട്. LDF അത് സജീവമായി ചർച്ചയിലേക്ക് നിർത്തുന്നുണ്ട്. UDF അതേ നിലപാടിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ എം സ്വരാജ് ഈ പെൻഷൻ വിവാദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ക്ഷേമ പെൻഷൻ അത് സ്വീകരിക്കുന്ന ആളുകളുടെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ ഉൾപ്പെടെ നടത്തുമല്ലോ, അതെപ്പോഴാണ്?
ബില്ലിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 11 മണിയോട് കൂടി തന്നെ നിലമ്പൂർ ചന്തക്കുന്നിൽ ഇത്തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ LDFന്റെ നേതൃത്വത്തിൽ KSKTയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. PB അംഗം വിജയരാഘവനാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് നമുക്കറിയാം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 40,313-ലധികം ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അതിൽ പരമാവധി ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ LDF നടത്തുകയാണ്. അത് കൃത്യമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രചാരണ തന്ത്രം മുൻപോട്ട് വെക്കുകയാണ്. അത് കാരണം നമുക്കറിയാം UDF ഉയർത്തി വന്നിട്ടുള്ള LDFനെതിരെ UDF ഉയർത്തിയിട്ടുള്ള പ്രധാന ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് വെക്കണമെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യം തന്നെ മുൻപോട്ട് വെക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു പരാമർശത്തെ പ്രധാന പ്രചരണ ആയുധമാക്കാൻ LDF ശ്രമിക്കുന്നത്. അത് എല്ലായിടത്തും ആ രീതിയിൽ തന്നെയാണ് അവർ മുൻപോട്ട് കൊണ്ടുപോകുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്നുമടക്കം ഓരോ കേന്ദ്രങ്ങളിലും പ്രചാരണത്തിനായി എത്തുമ്പോൾ അവിടെയെല്ലാം കൃത്യമായി ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് മണ്ഡലത്തിലുടനീളം. അത് വരും ദിവസങ്ങളിലും തുടരും. വരും ദിവസങ്ങളിലെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. 13 മുതൽ 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട്. മുഖ്യമന്ത്രി ഓരോ പഞ്ചായത്തിലും പ്രത്യേക പരിപാടികൾ നടത്തും, ആളുകളെ കാണും. മന്ത്രിമാരൊഴികെയുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. UDFന്റെ ക്യാമ്പും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ, അവിടുത്തെ MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടെ എത്തിക്കാനുള്ള ശ്രമവും UDF നടത്തുന്നുണ്ട്. 2 ദിവസം പ്രിയങ്ക ഗാന്ധി എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.